ഹലോ. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു ഈ ഫോൺ എടുത്തില്ല. അത് ഞാൻ ഇന്ന് ഇവിടെ ബിരിയാണി വെച്ചിരുന്നേ. അപ്പൊ കുറച്ച് ആ അമ്മൂന്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അല്ല, നിങ്ങൾ സാധാരണ രാത്രിയല്ലേ വിളിക്കാറ്? അറബി പുറത്ത് പോയിക്കാ, അപ്പൊ വെറുതെ വിളിച്ചാ. ഞാൻ ഇന്നലെ ദിവസം ഫോട്ടോ അയച്ചിട്ടുള്ള ആ മേക്കപ്പ് ബോക്സ് അത് നോക്കി നിങ്ങൾ അവിടെ? നോക്കാം. ഞാൻ നാട്ടിലിവിടെ ചോദിച്ചിരുന്നു. അപ്പൊ 12,000 ഒക്കെയാ വില പറയണേ. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഇവിടെ രണ്ടിടത്തും കണക്ക് തന്നെ. ഇപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ടത്. എനിക്ക് വേണം അത്. അല്ല, ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കൂട്ടോ. അതിന് എന്തെങ്കിലും പൈസ കുറഞ്ഞോട്ട് വെച്ചിട്ടാ. നോക്കാം. ഞാൻ ആ ഷെഫീക്ക് വരുന്നുണ്ട് മറ്റന്നാ. അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് മുട്ടായും അതുപോലെ ബദാമും പരിപ്പൊക്കെ കൊടുത്തയക്കുന്നുണ്ട്. ഓ, ഗൾഫ് മുട്ടായി തിന്നൊന്നും മടുത്തിങ്ങനെ ആക്കുവോ? ഇവിടെ ആർക്കും വേണ്ടായിട്ട് വഴി കൂടെ പോണവർക്കൊക്കെ എടുത്തു കൊടുക്കലാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് അത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന തന്നെ കുറിഞ്ചാത്ത കുത്തി അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യമുള്ളത് ആ മേക്കപ്പ് ബോക്സ് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്തു വിട്. മോൾട്ടിയെ, ഇപ്പം ഈ വലിയ ഗൾഫുകാരൻ്റെ ഭാര്യയെ ഒരു കാലത്ത് നിന്ന് കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പം ഈ പറഞ്ഞ് ഗൾഫ് മുട്ടായും പരിപ്പും തിന്നൊക്കെ പൂതി ചായച്ചല്ല. ഞാൻ തിന്നിട്ട് ഇനി നാട്ടിൽ എത്തുമ്പോൾ എണ്ണം കുറയണ്ടാച്ചിട്ടാ. അതും കൂടെ നിങ്ങൾ തിന്നോട്ടാച്ചിട്ടാ. ഞാൻ ഈ മിച്ചം പിടിക്കുന്ന പൈസ ആയിട്ടാണ് ഈ നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും മിഠായിയൊക്കെ കൊടുത്തയക്കണേ. പണക്ക് അതിനൊരു വില ഇല്ലാതായി. ഇത്ര നേരം ഇപ്പം നമ്മൾ സംസാരിച്ച് നിങ്ങൾ വല്ലതും തിന്നാ കുടിച്ചാന്ന് ചോദിച്ചാൽ ഈ എൻ്റെ കാര്യങ്ങൾ പറയാമെന്നല്ലാതെ നിങ്ങളവിടെ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ തിന്നുമ്പോൾ ഞാനിവിടെ കുബൂസും ചപ്പാത്തിയൊക്കെ വെള്ളത്തിൽ മുക്കി തിന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണത് കേട്ടാ. ആ ഒരു ബോധം വേണം എനിക്ക്. ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല. കാര്യങ്ങൾ നടന്നോട്ടെ. ശരി, ഞാൻ വിളിക്കണ്ട്. കാക്കു